ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇന്നേ ദിവസം 125 ഖണ്ഡിക മുതൽ 129 വരെയുള്ള ഖണ്ഡികകളാണ് നമ്മൾ പഠന വിധേയമാക്കുക. 125 മുതൽ 128 വരെയുള്ള ഖണ്ഡികകളിൽ വിശുദ്ധ ക്ലൗദെ ദി ലാ കൊളംബിയർ എന്ന വിശുദ്ധൻ തൻ്റെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുക. വിശുദ്ധ ക്ലൗദെ ദി ലാ കൊളംബിയർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു. അപ്പോൾ നമുക്കറിയാം ആ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് കിട്ടിയ ദർശനങ്ങളും അപ്പോൾ കുമ്പസാരക്കാരൻ എന്ന നിലയിൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് കൊടുക്കുന്ന ഉപദേശങ്ങളുമൊക്കെയാണ് ആ ഖണ്ഡികകളിലൂടെ നമ്മൾ പ്രധാനമായി കാണാൻ പോവുക. 129 ഖണ്ഡികയിൽ വിശുദ്ധ ചാൾസ് ദി ഫുക്കോയും ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസയും തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ കാണുക. വിശുദ്ധ ക്ലൗദെ ദി ലാ കൊളംബിയർ ഒരു വൈദികനായിരുന്നു. അതുപോലെ വിശുദ്ധ ചാൾസ് ദി ഫുക്കോയും ഒരു വൈദികനായിരുന്നു. അത് നമുക്ക് തുടർന്ന് വരുന്നുള്ള ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ ചാക്രിക ലേഖനത്തിന് ഈ 3 വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ കാണാൻ പോകുന്നു. ഈ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ തിരുഹൃദയ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ ഈ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തിലൂടെ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ 3 വിശുദ്ധർക്ക് അല്ലെങ്കിൽ 3 വിശുദ്ധരെ അവരുടെ തിരുഹൃദയ ഭക്തിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളെ നയിക്കുക. നമുക്ക് തുടർന്ന് വരുന്ന ഖണ്ഡികകളിൽ അതിൻ്റെ വിശുദ്ധാംശങ്ങൾ കാണുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. 125 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഖണ്ഡികയിൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കും അതുപോലെ വിശുദ്ധ ക്ലൗദെ ദി ലാ കൊളംബിയർ അവരുടെ തിരുഹൃദയ ഭക്തിയുടെ പ്രചാരണം, അല്ലെങ്കിൽ ഈ 2 വിശുദ്ധർ തിരുഹൃദയ ഭക്തിയുടെ പ്രചാരണത്തിൽ വഹിച്ച സുപ്രധാനമായ പങ്കിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ വിശുദ്ധ ക്ലൗദെ ദി ലാ കൊളംബിയർ അവളെ പൂർണ്ണമായും പിന്തുണച്ചു എന്നാണ് നമ്മൾ കാണുക. ഞാൻ ആമുഖഭാഗത്ത് പറഞ്ഞിരുന്നു, വിശുദ്ധ ക്ലൗദെ ദി ലാ കൊളംബിയർ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ കുമ്പസാരക്കാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു പ്രത്യക്ഷീകരണം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുമ്പസാരക്കാരൻ വിശുദ്ധയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തു, പിന്തുണച്ചു. ആ കാലഘട്ടത്തിൽ ഇത്തരം പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് സംശയങ്ങളും എതിർപ്പുകളുമൊക്കെ നിലനിന്നിരുന്നു. എങ്കിലും വിശുദ്ധ ക്ലൗദെ മാർഗരറ്റ് മേരിയുടെ അനുഭവങ്ങളെ അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ക്ലൗദെ തിരുഹൃദയഭക്തിയോടുള്ള ഭക്തിയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും ദയയും ക്ഷമയും എത്രമാത്രം വലുതാണെന്ന് ഈ തിരുഹൃദയ ഭക്തിയിലൂടെ വിശുദ്ധ ക്ലൗദെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ തിരുഹൃദയ ഭക്തി കേവലമൊരു ആത്മീയ പരിശീലനം എന്നതിലുപരി സുവിശേഷ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. വെറുമൊരു ആത്മീയ പരിശീലനം, ഡിവോഷണൽ പ്രാക്ടീസായിട്ടല്ല, അതിൻ്റെ അപ്പുറം സുവിശേഷ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് വിശുദ്ധ
ക്ലൗദെ ഈ തിരുഹൃദയഭക്തിയെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതെങ്ങനെയാണെന്നുള്ളത് അഞ്ഞു വരുന്ന പാരഗ്രാഫിൽ നമുക്ക് കാണാം. അതാണ് ഈ 125-ാമത്തെ പാരഗ്രാഫിലൂടെ അല്ലെങ്കിൽ ഖണ്ഡികയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. 126-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ക്ലൗദയുടെ ആത്മവിശ്വാസ പ്രാർത്ഥനയും തിരുഹൃദയ ഭക്തിയുടെ ശരിയായ അർത്ഥവും ഈ ഖണ്ഡികയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളെ വിശുദ്ധ ക്ലൗദെ എങ്ങനെയാണ് തിരുത്തിയത് എന്ന് ഈ ഖണ്ഡിക നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഒരു ആത്മീയമായ ഒരു വളർച്ചയിൽ നമുക്ക് ലഭിച്ച ഒരു ഈശോയുടെ ദർശനമുണ്ട്. ആ ദർശനം പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വിശുദ്ധയുടെ കുമ്പസാരക്കാരൻ എന്ന നിലയിലും ഈശോയുടെ തിരുഹൃദയഭക്തി ആ സ്നേഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ന നിലയിലും മുമ്പ് നമ്മൾ കണ്ടിരുന്നു. മുൻപത്തെ പാരഗ്രാഫിൽ സുവിശേഷ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു തരത്തിൽ വിശുദ്ധ ക്ലൗദെ ഈ തിരുഹൃദയഭക്തി അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചില തെറ്റിദ്ധാരണകളെ വിശുദ്ധ ക്ലൗദെ ഭംഗിയായിട്ട് തിരുത്തുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഈ ഖണ്ഡികയിൽ നമ്മൾ കാണുക. ചിലപ്പോൾ വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ വാക്കുകൾ കേവലം വ്യക്തിപരമായ ത്യാഗങ്ങൾക്കും നേർച്ചകൾക്കും അമിത പ്രാധാന്യം നൽകുന്നതായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇതിനെ വിശുദ്ധ ക്ലൗദെ തിരുത്തുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ധ്യാനം ഒരിക്കലും നമ്മളെ അഹങ്കാരത്തിലേക്കോ നമ്മുടെ പ്രയത്നങ്ങൾ മാത്രം ആശ്രയിക്കുന്ന തെറ്റായ ആത്മവിശ്വാസത്തിലേക്കോ നയിക്കുകയില്ല എന്ന് വിശുദ്ധ ക്ലൗദെ ഊന്നി പറയുകയാണ്. ഒരു കാരണവശാലും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും വരുന്ന യഥാർത്ഥ സ്നേഹമാണെങ്കിൽ, അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അഹങ്കാരത്തിലേക്കോ തെറ്റായ ആത്മവിശ്വാസത്തിലേക്കോ, അതായത് നമ്മെ മാത്രം ആശ്രയിക്കുന്ന ഒരാത്മവിശ്വാസത്തിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ക്ലൗദയുടെ പ്രാർത്ഥനയെ ആഴം നമുക്ക് ഈ തുടർന്ന് വരുന്ന പ്രാർത്ഥനയെ കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കുന്ന കാര്യം ഇതാണ്: എൻ്റെ ദൈവമേ, നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ നീ കാത്തുകൊള്ളുമെന്നും എന്ന് തുടങ്ങുകയാണ് പ്രാർത്ഥന. എത്ര മനോഹരമാണ്! അപ്പം പരിപൂർണമായ ദൈവത്തിലാണത് ആശ്രയിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ എല്ലാ ആശ്രയവും ദൈവത്തിൽ മാത്രമായിരിക്കണമെന്നാണ് വിശുദ്ധ ക്ലൗദെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയുടെ ആരംഭം തന്നെ ഇങ്ങനെയാണല്ലോ: എൻ്റെ ദൈവമേ, നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ നീ കാത്തുകൊള്ളണം എന്നാണ്. പ്രാർത്ഥന ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാറ്റിലും നിന്നിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നും, എല്ലാ ചിന്തകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും വിമുക്തമായി ഭാവിയിൽ ജീവിക്കാനാകുമെന്നും വിശുദ്ധ ക്ലൗദെ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്. നമുക്കുള്ള ഏറ്റവും വലിയൊരു വിഷമം അതാണല്ലോ. നമുക്ക് കുറവുകളുണ്ടാകുമോ, ഉത്കണ്ഠകൾ, ഭാവിയിൽ എന്തായി തീരുമെന്നുള്ള ആശങ്ക, ഇതൊക്കെ ഒറ്റ പ്രാർത്ഥനയിൽ നിർത്തുകയാണ്. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്നും, എല്ലാ ചിന്തകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും വിമുക്തരായി ഭാവിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചേറ്റ് പറയുകയാണ്. തുടർന്നുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞാനത് സൂക്ഷിക്കും. അതാ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള പ്രത്യാശ. അങ്ങനെ പ്രത്യാശ നിർഭരമായ ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ് ദൈവത്തിനു തന്നെ കൊടുക്കുകയാണ്. ഞാൻ ആ പ്രത്യാശയിൽ ജീവിക്കുമെന്നുള്ളത് ആ തിരുഹൃദയത്തോട് ഈ വിശുദ്ധൻ പറയുകയാണ്. എന്നിട്ട് പറയുന്നു: ആ നിമിഷം നരകത്തിലെ എല്ലാ പിശാചുകളും എന്നിൽ നിന്നും അത് പറിച്ചെറിയാനായിട്ട് ശ്രമിക്കും. അതായത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ വളരാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ ആ പ്രത്യാശയിൽ വളരാൻ ശ്രമിക്കുമ്പോൾ, ഞാനത് വിശ്വസിച്ചേറ്റു പറയുമ്പോൾ, അതായത് എൻ്റെ എല്ലാ ആകുലതകളും എൻ്റെ എല്ലാ കുറവുകളും മാറ്റിയിട്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുകയാണ്: നരകത്തിലെ എല്ലാ പിശാചുകളും എന്നിൽ നിന്നും ആ ഒരു പ്രത്യാശയെ, ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തെ പറിച്ചെറിയാൻ ശ്രമിക്കും. അങ്ങനെ ഒരു പരീക്ഷണം വരുമെന്ന് കൂടി എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുകയാണ്. തുടർന്നാണ് പറയുക: തങ്ങളുടെ സമ്പത്തിലോ കഴിവുകളിലോ ലോകം ആനന്ദം അന്വേഷിക്കുകയാണ്.
എന്നിട്ട് പറയുന്നത് കുറച്ച് പേരുടെ ശുദ്ധഗതിയെ അല്ലെങ്കിൽ തപസ്സിൻ്റെ, പ്രാർത്ഥനയുടെ, ദാനധർമ്മത്തിൻ്റെയൊക്കെ ശക്തികളെ പ്രാർത്ഥനയുടെ തീഷ്ണതയിലേക്ക് നയിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെതായ ആനന്ദം അന്വേഷിച്ച് പോലെ കുറച്ച് പേരുണ്ട്. പക്ഷെ നല്ല ശുദ്ധഗതിക്കാരായ തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിലൂടെയുമൊക്കെ തീഷ്ണത ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇങ്ങനെ രണ്ടു വശങ്ങളും ലോകത്തിലുണ്ടാകും. അതാണ് വിശുദ്ധൻ പറയുന്നത്. ചിലർ ലോകത്തിൻ്റെ ആനന്ദം മാത്രം അന്വേഷിച്ച് നടക്കുന്നു. ചിലർ ഈ പ്രാർത്ഥനയുടെയും തപസ്സിലൂടെയും ദാനധർമ്മത്തിലൂടെയും ഒക്കെ പ്രാർത്ഥനയുടെ ശക്തിയുടെ തീഷ്ണതയിലേക്ക് വരുന്നുണ്ട്. ഈ രണ്ടു വശങ്ങളും ലോകത്തിലുണ്ട്. പ്രാർത്ഥനയുടെ മനുഷ്യരും ലോകഗതിയുടെ മനുഷ്യരും. എന്നിട്ട് പറയുകയാണ്, എനിക്ക് കർത്താവേ, എൻ്റെ മുഴുവൻ ആത്മവിശ്വാസവും അങ്ങയിലുള്ള വിശ്വാസത്തിൽ മാത്രമാണ്. ഈ ആത്മവിശ്വാസം ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല എന്ന് പറയുക. രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്ന് ലോകത്തിന് മാത്രമായിട്ട് പോകുന്നു, മറ്റ് ഇതൊന്ന് പ്രാർത്ഥനയും തപസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു ജാൻസനിസ്റ്റ് കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ദൈവത്തിന് നമ്മളെ ഈ ലോകത്തിൽ പാപങ്ങളങ്ങനെ മോചിക്കത്ര എളുപ്പമല്ല. വിശുദ്ധ കുർബാനയൊക്കെ എന്ന് പറയുന്നത് വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്നൊക്കെ ചിന്തിക്കുന്ന അത്ര തീഷ്ണമായൊരു ആത്മീയ ചട്ടക്കൂട് ഉണ്ടാകുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മൾ മുൻ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയുള്ളവരുടെ ഒരു ലോകവും അതുപോലെ തന്നെ അതൊന്നുമില്ലാതെ ലോകത്തിൻ്റേതായ ചിന്തകൾ മാത്രമായി നടക്കുന്ന ലോകമുണ്ട്. ഇങ്ങനെ രണ്ട് ലോകവും ഉള്ളിടത്തൊരു വിശുദ്ധ ക്ലൗദയെ പഠിപ്പിക്കുകയാണ്, കർത്താവെ, എൻ്റെ മുഴുവൻ ആത്മവിശ്വാസവും അങ്ങനെയുള്ള വിശ്വാസത്തിൽ മാത്രമാണ്. ആ ആത്മവിശ്വാസം എന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്ന് പറയാം. ആരെയും ചതിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അത് തമ്പുരാനിൽ വിശ്വസിക്കുന്ന ആരെയും ചതിച്ചിട്ടില്ല. അതാണ് വിശ്വാസം ഒരിക്കലും ആരെയും വഞ്ചിക്കുകയും തിരുഹൃദയത്തിലുള്ള ആശ്രയം സ്വർഗപ്രാപ്തിക്ക് അർഹമാക്കുകയും ചെയ്യും. ആരെയും വഞ്ചിക്കുകയില്ല. തിരുഹൃദയത്തോടുള്ള സ്നേഹം ആരെയും വഞ്ചിക്കുകയില്ല എന്ന് മാത്രമല്ല, തിരുഹൃദയത്തിലുള്ള ആശ്രയം സ്വർഗപ്രാപ്തിക്ക് അർഹമാക്കുകയും ചെയ്യുമെന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ കാണുകയാണ്. അതായത് യഥാർത്ഥ തിരുഹൃദയ ഭക്തി എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ക്ലൗദെ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ചെയ്യുക തൻ്റെ പ്രാർത്ഥനയിലൂടെ. തുടർന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നിൽ നിന്നാണ് എനിക്ക് എല്ലാ സന്തുഷ്ടിയും ലഭിക്കുന്നത്. എന്ത് വലിയൊരു പ്രാർത്ഥനയുടെ സമാപനമാണ്. നിന്നിൽ നിന്നാണ് കർത്താവേ, നിന്നിൽ നിന്നാണ് ഞാൻ ഉറച്ച് പ്രതീക്ഷിക്കുകയാണ്, പ്രത്യാശ വച്ചിരിക്കുകയാണ്, നിന്നിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആശ്വാസം കണ്ടെത്തുന്നത് പറഞ്ഞിട്ട് പറയുകയാണ്, എല്ലാ ആശ്രയവും എല്ലാ സന്തുഷ്ടിയും നിന്നിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. അതായത് നമുക്ക് പ്രത്യാശ നിർഭരമായൊരു തിരുഹൃദയം ആശ്രയത്തിന് ഉണ്ടാവണമെന്ന് കൂടിയാണ് വിശുദ്ധ ക്ലൗദെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രത്യാശ നിർഭരമായൊരു തിരുഹൃദയമുണ്ട്, അവനിൽ ആശ്രയിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. സമ്പത്തിലോ കഴിവുകളിലോ തപസ്സിലോ ദാനധർമ്മത്തിലോ പ്രാർത്ഥനയുടെ തീവ്രതയിലോ അല്ല യഥാർത്ഥ ആത്മവിശ്വാസം കണ്ടെത്തേണ്ടത്, മറിച്ച് ദൈവത്തിലുള്ള പൂർണ്ണമായ പ്രത്യാശയിലാണ്. സമ്പത്ത് ധാരാളം ഉണ്ടായിട്ടോ കഴിവുകൾ ധാരാളം ഉണ്ടായിട്ടോ ധാരാളം തപസ്സുകൾ ചെയ്തിട്ടോ ദാനധർമ്മം ചെയ്യുന്നതിലോ അല്ല, പ്രാർത്ഥനയുടെ തീവ്രതയിലോ അല്ല, മറിച്ച് യഥാർത്ഥ ആത്മവിശ്വാസം കണ്ടെത്തേണ്ടത് ദൈവത്തിലുള്ള പൂർണ്ണമായ പ്രത്യാശയിലാണ്. ആ പ്രത്യാശ ആരെയും ചതിച്ചിട്ടില്ല. അത് നമുക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകുമെന്നും വിശുദ്ധ ക്ലൗദെ പഠിപ്പിക്കുകയാണ്. തിരുഹൃദയഭക്തി അത് നമ്മുടെ സ്വന്തം കഴിവുകളിലോ പ്രവൃത്തികളിലോ ആശ്രയിക്കാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ദയയിലും പൂർണ്ണമായി ആശ്രയിക്കുക എന്നതാണ് ഈ ഖണ്ഡികയിലൂടെ വിശുദ്ധ ക്ലൗദയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഭക്തിയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ തിരുഹൃദയഭക്തി നമ്മെ കൂടുതൽ എളിമയുള്ളവരാക്കുകയും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധ പിതാവ് നമ്മെ കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഈ ഖണ്ഡികയിലൂടെ നമ്മളോട് വിശുദ്ധ പിതാവ് പറയുന്ന കാര്യം ഇതാണ്: ഈശോയുടെ ആ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ദയയിലും പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ എളിമയുള്ളവരാവുകയും ദൈവത്തിന് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ്.
127 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ക്ലൗദയുടെ ദൗത്യബോധത്തെക്കുറിച്ചാണ്. അതായത് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ ഒരു കുമ്പസാരക്കാരൻ എന്ന നിലയിൽ, ആത്മീയ പിതാവ് എന്ന നിലയിൽ അവർക്ക് ലഭിച്ച ആ ഒരു തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള ആ വലിയൊരു ദർശനം, ആ ദർശനത്തെ ഈ ലോകത്തിന് മുഴുവനും വ്യക്തമാക്കി കൊടുക്കേണ്ടത്, ശരിയായ വിധത്തിൽ വ്യക്തമാക്കി കൊടുക്കേണ്ടത് തൻ്റെ ദൗത്യമാണ് എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു വിശുദ്ധ ക്ലൗദയ്ക്ക്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുക. 1677 ജനുവരിയിൽ ഒരു കുറിപ്പിൽ വിശുദ്ധ ക്ലൗദ തനിക്ക് ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ദൗത്യം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ദൗത്യം ദൈവം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. തൻ്റെ ബലഹീനതകളിലൂടെയും ദൈവം തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകളിൽ ഈ ഭക്തി പലരെയും തങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയൊക്കെ മറികടക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നും വിശുദ്ധ ക്ലൗദിയ ലെറ്ററിലൂടെ പറയുകയാണ്. ദൈവം പലപ്പോഴും നമ്മുടെ ബലഹീനതകളെ ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, പ്രത്യേക പങ്കുണ്ട്. അങ്ങനെ വിശുദ്ധ ക്ലൗദയും തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്യണം. വിശുദ്ധ ക്ലൗദയ്ക്ക് ദൈവം കൊടുത്തൊരു ദൗത്യം ഇതായിരുന്നു: ആ തിരുഹൃദയ ഭക്തിയെ യഥാർത്ഥ വിധത്തിൽ പ്രചരിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ പ്രത്യേക ഒരു ഹിതമുണ്ട്. ആ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റാൻ ശ്രമിക്കണമെന്നുള്ളതാണ് പരിശുദ്ധ പിതാവ് 127 ഖണ്ഡികയിലൂടെ നമ്മോട് സംസാരിക്കുക. ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ക്ലൗദയുടെ ആത്മീയതയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇവിടെ പറയുക. വിശുദ്ധ ക്ലൗദയുടെ ആത്മീയത എന്ന് പറയുന്നത് വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങളെയും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആത്മീയ അഭ്യാസങ്ങൾ എന്ന ധ്യാന രീതിയെയും മനോഹരമായി സമന്വയിപ്പിക്കുകയാണ്. രണ്ട് വിശുദ്ധരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശുദ്ധ മാർഗരറ്റ് മേരിയുടെയും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെയും ആത്മീയ അഭ്യാസങ്ങൾ ഒരു ധ്യാന രീതിയിലൂടെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ആത്മീയ ശൈലിയാണ് വിശുദ്ധ ക്ലൗദയുടേത്. വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ ആത്മീയത നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയവുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആത്മീയ അഭ്യാസവും നമുക്കറിയാം, ഓരോ വചനം എടുത്ത് വെച്ച് ധ്യാനിച്ചതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ശൈലിയാണ്. നമ്മളൊരിക്കലത് പറഞ്ഞിരുന്നു, മുൻ ക്ലാസ്സുകളിൽ അത് പറഞ്ഞിരുന്നു. ഈ രണ്ട് രീതിയെയും സമന്വയിപ്പിക്കുന്ന ഒരു ആത്മീയതയാണ് വിശുദ്ധ ക്ലൗദ അവതരിപ്പിക്കുക. തിരുഹൃദയ ഭക്തി കേവലം ഒരു വികാരമായ ഭക്തിയല്ല എന്നും, മറിച്ച് ആഴത്തിലുള്ള ധ്യാനത്തിലൂടെയും ആത്മാവബോധത്തിലൂടെയും വളർത്തേണ്ട ഒന്നാണെന്ന് വിശുദ്ധ ക്ലൗദ പറയുകയാണ്. വെറും ഒരു വികാരമായൊരു ഭക്തിയല്ല, ആഴമായ ധ്യാനം, ആത്മ അവബോധം, ഈ രണ്ടും ആഴത്തിലിരുന്ന് ധ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ ക്ലൗദയുടെ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ഒരു ഉദാഹരണത്തിലൂടെ ക്ലൗദ പറയുകയാണ്, ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നവരോടുള്ള അവിടുത്തെ മനോഭാവത്തെക്കുറിച്ച് ക്ലൗദ ധ്യാനിക്കുകയാണ്. കൈപ്പേറിയ ദുഃഖത്തിലും എല്ലാ അതിക്രമങ്ങളിലും എല്ലാ പ്രലോഭനങ്ങളിലും ക്രിസ്തുവിൻ്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യൂദാസിനോടും അപ്പസ്തോലന്മാരോടും പുരോഹിതന്മാരോടും ക്രിസ്തു കാണിച്ച ദീനാനുകമ്പയാണ് ക്ലൗദയെ ഏറ്റവും അധികം സ്പർശിച്ചത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു ഭാഗം എടുത്തു വെച്ചുകൊണ്ട് പറയുകയാണ്. അതിൽ ഓരോ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. ഈശോയെ യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുകയാണ്. പത്രോസ് വാളെടുത്ത് വീശുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പുരോഹിതന്മാരുടെ ഒരു ഗണമെല്ലാം വന്നാണ് ഈശോയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരിക.
പക്ഷേ ഈ വിശുദ്ധ ക്ലൗദ ആ ഒരു സന്ദർഭത്തെ എടുത്ത് ധ്യാനിച്ചുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കണമെന്നാണ് വിശുദ്ധ ക്ലൗദ പറഞ്ഞിരുന്നത്. ആ ആഴങ്ങളിലേക്കൊരു ധ്യാനാത്മകമായി കടന്നുകൊണ്ട് പറയുകയാണ്, ഇവരോടെല്ലാം ക്രിസ്തു കാണിച്ച ദീനാനുകമ്പയാണ് ഈ ക്ലൗദയുടെ ധ്യാനത്തിന് വിഷയമായിട്ട് വരുന്നത്. അതായത് ശത്രുക്കളോട് പോലും കോപമോ വിദ്വേഷവുമില്ലാതെ സ്നേഹം കാണിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം പുതുതായിട്ട് തന്നെ സമർപ്പിക്കുകയാണ്. അത് വലിയൊരു പഠിപ്പിക്കൽ, ആത്മീയമായ പഠിപ്പിക്കൽ നമുക്ക് നൽകുകയാണ്. അതായത് രക്ഷകനായി വന്നവൻ നമുക്ക് വേണ്ടി മുറിയാൻ ഇതാ സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കൂടെ നടന്നവരുള്ള വഞ്ചനയാലും ഒറ്റിക്കൊടുക്കലാലും ഒക്കെ ആ ഒരു വേദനയിലേക്ക് കടന്നു പോകേണ്ടവനായിരുന്ന ക്രിസ്തു പക്ഷേ ആ ഒരു സമയത്ത് പോലും ദീനാനുകമ്പ കാണിക്കുകയാണ്. ആ ദീനാനുകമ്പയാണ് സ്പർശിക്കുക, ക്ലൗദയെ പ്രത്യേകമായിട്ട്, വിശുദ്ധ ക്ലൗദയെ പ്രത്യേകമായി സ്പർശിക്കുക. അതായത് ആത്മീയത ക്രിസ്തുവിൻ്റെ ത്യാഗത്തെയും ക്ഷമയും അനുകരിക്കാനായിട്ട് വിശുദ്ധ ക്ലൗദ നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ത്യാഗം, ക്ഷമ, ഈശോയുടെ ഈ മനോഭാവത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈശോയോട് അസ്വസ്ഥത കാണിച്ച ആരോടും വിദ്വേഷത്തിൻ്റെയോ രോക്ഷത്തിൻ്റെയോ നേരിയ ഒരു വികാരം പോലും ഉണർത്താനായിട്ട് ഇടയായിട്ടില്ല എന്നുള്ളതാണ്. അതാ ഒരു ആത്മീയതയുടെ വലിയ, അതുകൊണ്ട് അത് ആഴങ്ങളിലേക്ക് ഇറങ്ങിയാലേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതായത് ഈശോയുടെ അസ്വസ്ഥത കാണിച്ച ആരോടും, എല്ലാവരോടും സ്നേഹത്തോടെ ഈശോ ഇടപെടും. ശത്രുക്കളോട് പോലും അനുകമ്പയോടുകൂടി പ്രവർത്തിക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. ശത്രുക്കളോട് പോലും അനുകമ്പയോടെ പ്രവർത്തിക്കുന്ന ഈശോയെ, ആ ഈശോയ്ക്ക് എന്നെ തന്നെ പുതുതായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ക്ലൗദയുടെ ആത്മീയതയുടെ പ്രത്യേകത. അതാണ് ക്ലൗദയുടെ ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയമായ ഒരു പരിശീലനം എന്ന് പറയുന്നത് അതാണ്. എന്ത്? ഈശോയുടെ ഈ ത്യാഗത്തെയും ക്ഷമയുടെയും മനോഭാവത്തെ അനുകരിക്കുക, ആ പുതിയ ഈശോയിലേക്ക്, ആ ഈശോയുടെ ഹൃദയത്തിലേക്ക് പുതുതായിട്ട് എന്നെ സമർപ്പിക്കുക, ആ ഹൃദയത്തിലേക്ക് എന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ ക്ലൗദ പ്രത്യേകമായിട്ട് അതിൻ്റെ പ്രാർത്ഥനയിലും മെഡിറ്റേഷനിലും പറയുന്ന കാര്യം ഇതാണ്, ഈശോയുടെ ഹൃദയത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ഈശോയുടെ ഹൃദയത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എങ്ങനെയുള്ളതാണ്? യാതൊരു വിധത്തിലുള്ള രോക്ഷത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒരു വികാരം പോലും കാണിക്കാത്ത ഈശോയുടെ ഹൃദയത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. അത്രമാത്രം ഈശോയുടെ ഹൃദയത്തിൻ്റെ ക്ഷമയും അനുകമ്പയും ആണ് എന്ന് എടുത്തു പറയുകയാണ്. പരിശുദ്ധ പിതാവും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. വിശുദ്ധ ക്ലൗദയുടെ ഈ ആത്മീയ ശൈലി ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. നമ്മെ ദ്രോഹിക്കുന്നവരോട് പോലും ക്ഷമിക്കാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ വലിയൊരു പ്രചോദനമാണ് പരിശുദ്ധ പിതാവ് ഈ 128-ാമത്തെ ഖണ്ഡികയിലൂടെ നമുക്ക് നൽകുന്നതും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേദനകളും കൂടെ നിന്നവരുടെ വേദനകളും വേദനിപ്പിക്കലുകളും ഒക്കെ ഉണ്ടായാലും കോപമോ വിദ്വേഷമോ ശത്രുതയോ ഒന്നുമില്ലാതെ നമുക്കവരെ സ്നേഹിക്കാൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് നമ്മളെ തന്നെ പുതുതായി സമർപ്പിക്കുക. നമ്മുടെ ഒരു പഴയ ജീവിതം എന്ന് പറയുന്നത് എന്താ? ആരോടെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ, നമ്മളെ സങ്കടപ്പെടുത്തിയാൽ നമ്മൾ കോപിക്കും, അരിശപ്പെടും, വിദ്വേഷം കാണിക്കും, വെറുപ്പ് കാണിക്കും, അവരോട് ശത്രുത മനോഭാവം വെച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ പഴയതാണ്. ഇവിടെ വിശുദ്ധ ക്ലൗദ പറയുന്നത് പുതുതായി നമ്മെ സമർപ്പിക്കാനാണ് പറയുന്നത്. ആ പുതുതായിട്ട് ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നതാണ് ഈശോ കാണിച്ചതുപോലെ, അതായത് ശത്രുക്കളോട് പോലും അനുകമ്പ കാണിച്ചതുപോലെ അവരോട് വിദ്വേഷമോ രോക്ഷമോ ഒരു കുഞ്ഞു ഭാഗം പോലും, ചെറിയ നേരിയ വിദ്വേഷം പോലും കാണിക്കാത്ത ഈശോയുടെ ഹൃദയത്തിലേക്ക് തന്നെ പുതുതായിട്ട് സമർപ്പിക്കണം. ആ വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവും ഈ ഖണ്ഡിക അവസാനിപ്പിക്കുന്നത്. എന്താണ്? ഈശോയുടെ ഹൃദയത്തിലേക്ക് ഞാൻ എന്നെ തന്നെ പുതുതായി സമർപ്പിക്കുന്നു. നമുക്കും ഈ ഖണ്ഡികയെ പഠിച്ചു കഴിയുമ്പോൾ ആ പഴയ നമ്മളെ ഒന്ന് മാറ്റിവെച്ചിട്ട്
പുതിയ മനുഷ്യനായിട്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് പുതുതായിട്ട് നമുക്ക് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പഠനത്തിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവുകയും ചെയ്യും. 129 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ചാൾസ് ദി ഫുക്കോയും ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസായും. ഇവർക്ക് രണ്ടുപേർക്ക് തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ, ആ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്, അതിൻ്റെ ഒരു ആമുഖമാണ് ഈ 129 ഖണ്ഡികയിൽ നമ്മൾ കാണുക. അതായത് ഈ രണ്ട് വിശുദ്ധർ, വിശുദ്ധ ചാൾസ് ദി ഫുക്കോയും ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസായും തിരുഹൃദയ ഭക്തിക്ക് പുതിയ മാനങ്ങൾ നൽകി എന്നാണ് പറയുന്നത്. ഈ ഭക്തിയെ അവർ കൂടുതൽ സവിശേഷമായ വിധത്തിലും സുവിശേഷാത്മകമായ വിധത്തിലും ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നുണ്ട്. അതായത് കേവലം ഒരു ഭക്താനുഷ്ഠാനം എന്നതിലുപരി അത് ക്രിസ്തുവിൻ്റെ ജീവിതവും ദൗത്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ വിശുദ്ധർ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ വിശുദ്ധരുടെ ജീവിതത്തിലൂടെയുള്ള തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് അടുത്ത അധ്യായത്തിലാണ് നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത്. അതിനുള്ളൊരു ആമുഖമായിട്ടാണ് ഈ ഖണ്ഡിക ഇവിടെ പറയുക. ഈ ഒരു പ്രത്യേക ഭക്തിക്ക്, ഈശോയുടെ തിരുഹൃദയ ഭക്തിക്ക് ഒരു മിഷണറി മാനം എങ്ങനെ നൽകിയെന്നാണ് നമ്മൾ അടുത്ത ഖണ്ഡികയിലൂടെ, അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോവുക. ഓരോ വിശുദ്ധനും തിരുഹൃദയ ഭക്തിക്ക് തങ്ങളുടേതായ അതുല്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായി, അത് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വിശുദ്ധരുടെ ജീവിതം തിരുഹൃദയ ഭക്തിയെ നമ്മുടെ അനുദിന ജീവിതത്തിലും മിഷണറി ദൗത്യത്തിലും പ്രേക്ഷിത ദൗത്യത്തിലും എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനി 125 മുതൽ 129 ഖണ്ഡികയിലേക്ക്, അതായത് നാളെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് നാളെ അതിനെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് രണ്ട് വിശുദ്ധർ എങ്ങനെയാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ കൂടുതൽ സംഭാവന നൽകിയതെന്നും അതിൻ്റെ പുതിയ മാനങ്ങൾ എന്തൊക്കെയാണോ എന്നൊക്കെ നാളെ നമുക്ക് പഠിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് സമാപിപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം.